ഒരു കാപ്പിയുടെ രുചി എന്താണ്? മധുരം മാത്രം പ്രതീക്ഷിച്ച് അതൊടുക്കം കയ്പായി മാറിയാലോ? മരണത്തിന്റെ തണുപ്പും വേർപാടിന്റെ കണ്ണീർ വീണ് കുതിർന്ന കയ്പും. അന്നേ വരെ മധുരം മാത്രം വിളമ്പിയ ഒരു കാപ്പിക്കടക്കാരൻ 2019 ജൂലൈ 29 തന്റെ ഡ്രൈവറോട് കാർ നിർത്താൻ ആവശ്യപ്പെടുന്നു. മംഗലാപുരത്തിന്റെ തിരക്കുകൾക്കിടയിൽ ഒരൽപ്പം നിശബ്ദമായ ഒരു പാലം, അതിനടിയിൽ ശബ്ദങ്ങളെയെല്ലാം അടക്കി പിടിച്ചൊഴുകുന്ന നേത്രാവതി പുഴ. ഡ്രൈവർ ഒന്ന് തിരിഞ്ഞു നോക്കുമ്പോഴേക്കും കാപ്പിക്കാരനെ കാണുന്നില്ല. ചുറ്റും തിരഞ്ഞു, എവിടെയുമില്ല. പിന്നീട് പരിഭ്രാന്തി, തെരച്ചിൽ. എല്ലാത്തിന്റെയും അന്തിമഫലം 2 ദിവസങ്ങൾക്കിപ്പുറം 9 കിലോമീറ്റർ അകലെ ഹൊയ്ഗെ ബസാറിൽ നിന്ന് ലഭിക്കുന്നു. മരിച്ചയാൾ VG സിദ്ധാർത്ഥ. ഇന്ത്യയിലും വിദേശത്തും അങ്ങോളം ഇങ്ങോളം കാപ്പിയുടെ മധുരം വിതറി അടയാളം വെച്ച കഫേ കോഫി ഡേയുടെ സ്ഥാപകൻ. VG സിദ്ധാർത്ഥ നേത്രാവതിയിലേക്ക് മരണത്തെ ആവാഹിക്കുന്നതിനും 2 ദിവസം മുൻപ് അദ്ദേഹത്തിന്റെ ഒടുവിലത്തെ കത്ത് എഴുതപ്പെട്ടു കഴിഞ്ഞിരുന്നു. അതിൽ ഒരു കാര്യം അദ്ദേഹം വ്യക്തമാക്കിയിരുന്നു: ഇൻകം ടാക്സ് ഉദ്യോഗസ്ഥരിൽ നിന്നും താൻ നിരന്തരം മാനസിക പീഡനം നേരിട്ടു. ഇൻകം ടാക്സിന്റെ ജനറൽ അടക്കം ഈ മാനസിക പീഡനത്തിന് കൂട്ടുനിന്നു. ഒരു രാജ്യത്തിന്റെ സമ്പദ് വ്യവസ്ഥയ്ക്ക് മുതൽക്കൂട്ടാവേണ്ട സ്ഥാപനങ്ങൾ അധികാരം കൈയാളുന്നവരുടെ പിന്തുണയിൽ ലഭിക്കുന്ന അമിത സ്വാതന്ത്ര്യത്തിൽ എന്തും ചെയ്യാൻ സാധിക്കുമെന്ന സ്ഥിതിവിശേഷമുണ്ടാകുന്നു. അത് നിരന്തരം പൗരന്മാരിൽ, രാജ്യത്തിന്റെ സാമ്പത്തിക ഉത്പാദനത്തിൽ പ്രധാനികളായ നിക്ഷേപകരിൽ, ബിസിനസ്സുകാരിൽ നിരന്തര മാനസിക സമ്മർദ്ദമുണ്ടാക്കി ഒടുവിൽ ആത്മഹത്യയിലേക്ക് തള്ളിവിടുന്നു. അതിന്റെ ഏറ്റവും ഒടുവിലത്തെ ഇരയായി കോൺഫിഡന്റ് ഗ്രൂപ്പിന്റെ ചെയർമാൻ CJ റോയ് മാറുന്നു. രാജ്യത്തെ ശ്രദ്ധേയനായ റിയൽ എസ്റ്റേറ്റ് വ്യവസായിയും കോൺഫിഡന്റ് ഗ്രൂപ്പിന്റെ ഉടമയുമാണ് 57-കാരനായ റോയ്. കഴിഞ്ഞ കുറെ നാളുകളായി കേന്ദ്ര ഏജൻസികളായ ഇൻകം ടാക്സ് വകുപ്പും EDയും റോയിയെ നിരന്തരം മാനസിക പീഡനത്തിന് ഇരയാക്കുകയായിരുന്നു. 3 ദിവസമായി കേരളത്തിൽ നിന്നുള്ള ആദായ നികുതി ഉദ്യോഗസ്ഥർ ബംഗളൂരുവിൽ കേന്ദ്രീകരിച്ച് റെയ്ഡ് നടത്തിക്കൊണ്ടിരിക്കുകയാണ്. ഈ പരിശോധനകൾക്ക് വർഷങ്ങളുടെ പഴക്കം തന്നെയുണ്ട്. കഴിഞ്ഞ ആഴ്ച ബംഗളൂരുവിൽ 700 കോടിയുടെ ഭൂമി ഇടപാട് കോൺഫിഡന്റ് ഗ്രൂപ്പ് നടത്തിയിരുന്നു. മറ്റു നിക്ഷേപങ്ങളിലേക്ക് പോകും മുൻപ് വലിയൊരു തുക BJP ആവശ്യപ്പെട്ടെന്നും അത് നൽകാൻ വിസമ്മതിച്ചതോടെയാണ് ഇൻകം ടാക്സിന്റെ നടപടി വന്നതെന്നും റിപ്പോർട്ടുകൾ പറയുന്നു. റോയിയുടെ മരണം നടന്നിട്ടും നടപടികൾ നിർത്തിവെക്കാൻ ഒരു ഘട്ടത്തിലും ഇൻകം ടാക്സിന്റെ ഉദ്യോഗസ്ഥർ തയ്യാറാകാത്തതും കൊടിയ ക്രൂരതയാണ്. റോയ് ഭരണകൂട ക്രൂരതയുടെ ഇരയാണ്. ഇന്ന് ഇന്ത്യയിൽ ബിസിനസ് നടത്തി പണം സ്വരൂപിക്കുന്നവർക്ക് 2 വഴികൾ മാത്രം അവശേഷിക്കുന്ന രൂപത്തിൽ കാര്യങ്ങൾ മാറിക്കഴിഞ്ഞിരിക്കുന്നു. ഒന്ന് BJPക്ക് അടിപ്പെട്ട് കാലം കഴിക്കുക, അല്ലെങ്കിൽ മരിക്കുക. ഇതേവരെ റോയിയുടെ ഭാഗത്തു നിന്ന് സാമ്പത്തിക തട്ടിപ്പുകളുടെ ഒരു വാർത്തയും പുറത്തു വന്നിട്ടില്ല. കേരളത്തിൽ മറ്റൊരാൾക്കെതിരെ ഇതിനു തൊട്ടുമുൻപ് ആരോപണം ഉയർന്നിരുന്നു, അതും കടുത്തത്. 2020 സാബുവിനെതിരെ. സാബുവിനെ ഏതാണ്ട് ED പിടികൂടിയെന്ന ഘട്ടമെത്തിയപ്പോഴാണ് സാബു ആരോടും ആലോചിക്കാതെ BJPയുടെ സഖ്യമായത്. അതോടെ സകല നടപടികളും നിർത്തിവെക്കപ്പെട്ടു. ഇപ്പോൾ സാബു വിശുദ്ധനും അതിലുപരി ഇന്ത്യൻ സമ്പദ് വ്യവസ്ഥയ്ക്ക് കൃത്യമായി നികുതി കൊടുക്കുന്ന ഉത്തമ പൗരനുമാണ്. BJPയിൽ ചേരുന്നതോടെ ഏത് തട്ടിപ്പുകാരനും ഒറ്റയടിക്ക് വിശുദ്ധനാകും. കേന്ദ്ര ഏജൻസികൾ ഇപ്പോൾ അന്വേഷണ ഏജൻസിയുടെ പണി നിർത്തി BJPയിലേക്ക് ആളെ എത്തിക്കുന്ന പടി തുടങ്ങിയിരിക്കുകയാണ്. ആരുടെയൊക്കെ ചോര ഇനിയും വീഴ്ത്തിയിട്ട് വേണം ഈ BJP ഏജൻസികൾക്ക് ഇന്ത്യയിൽ സ്വർഗരാജ്യം പണിയാൻ.